നമ്മുടെ പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു സ്വകാര്യ ബസ്സിന് കൊണ്ടോട്ടി എയർപോർട്ടിനടുത്ത് വെച്ച് തീപിടിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. പക്ഷേ ആർക്കും പരിക്കില്ല, എല്ലാവരെയും പുറത്തെത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന് കൂടുതൽ വിവരങ്ങളൊപ്പം മുബഷീർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുബഷീർ, ഗുഡ് മോർണിംഗ്. ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരമാണ്. എങ്ങനെയാണ് വണ്ടിക്ക് തീപിടിച്ചത്? എവിടെ വെച്ചായിരുന്നു? എങ്ങനെയാണ് ആളുകളെ രക്ഷപ്പെടുത്തിയത്? മറ്റ് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അല്ലേ വേറെ ആർക്കും? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇന്ന് രാവിലെ അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറം കരിപ്പൂർ വിമാനത്താവളത്തിനടുത്ത് തുറക്കൽ ഭാഗത്ത് എയർപോർട്ട് ജംഗ്ഷന് സമീപത്ത് വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സന എന്ന് പറയുന്ന സ്വകാര്യ ബസ്സിലാണ് ആദ്യഘട്ടത്തിൽ തീപിടുത്തമുണ്ടാകുന്നത്. വാഹനത്തിൽ യാത്രക്കാരുണ്ടായിരുന്നു. വാഹനം ആ രീതിയിൽ സഞ്ചരിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ടൊരു തീപിടുത്തം, പുക ഉയരുന്നത് കണ്ടത്. ഉടനെ തന്നെ ഡ്രൈവർ വണ്ടി നിർത്തുകയായിരുന്നു. അവസരോചിതമായി യാത്രക്കാരെ ഉൾപ്പെടെ പുറത്തിറക്കിയതിനാലാണ് വലിയ അപകടം ഒഴിവായിട്ടുള്ളത്. നിലവിൽ ഷോർട്ട് സർക്യൂട്ടാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആളുകളെയൊക്കെ തന്നെ കൃത്യസമയത്ത് പുറത്തിറക്കിയിരുന്നു. വാഹനം ഏറെക്കുറെ കത്തി നശിച്ചിട്ടുണ്ട്. പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ ഏറെക്കാലമായി സർവീസ് നടത്തുന്ന ഒരു സ്വകാര്യ ബസ് കൂടിയാണിത്, സന എന്നുള്ളത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടി വരും. എന്താണ് ഈ ഒരു തീപിടുത്തത്തിന് കാരണമെന്നറിയണമെങ്കിൽ ഏറെ ഭീതിതമായിട്ടുള്ള കാഴ്ചയാണ്. കാരണം ആ ബസ്സിന്റെ ഒരു ഭാഗമൊക്കെ തന്നെ നിന്ന് കത്തുന്ന കാഴ്ച, ആ മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ മൊബൈലിൽ പകർത്തിയതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വിധത്തിലുള്ളൊരു തീപിടുത്തം തന്നെയായിരുന്നു ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നത്. വാഹനത്തിന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണോ തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും യാത്രക്കാർക്കൊന്നും തന്നെ പരിക്കൊന്നും ഉണ്ടായിട്ടില്ല. ഡ്രൈവർ ഉൾപ്പെടെയുള്ള ജീവനക്കാരും കൃത്യസമയത്ത് പുറത്തിറങ്ങിയതിനാൽ വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട്. പക്ഷേ വാഹനം ഏറെക്കുറെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അരുൺകുമാർ, പ്രത്യേകം സൂക്ഷിക്കുക. താങ്ക് യു മുബഷീർ. വാഹനങ്ങളിൽ അഡീഷണൽ ഫിറ്റിംഗ്സ് വയ്ക്കുന്നത് ഈയിടെയായിട്ട് കുറച്ച് കൂടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചില വണ്ടികൾക്ക് തീപിടിക്കുന്നുണ്ട്. ഇതിപ്പോൾ ബസ്സിനാണ് തീപിടിച്ചിരിക്കുന്നത്. നേരത്തെ കാറിൽ ഒരുപാട് തീപിടിക്കുന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. താങ്ക് യു മുബഷീർ.